വീഡിയോസ് ഇല്ല എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിന് എൻ്റെ കസിൻ്റെ മംഗലോ അങ്ങനെ പിള്ളമാരെല്ലാം റെഡിയാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ ഫംഗ്ഷൻ, ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായി. പക്ഷേ ഇന്നലെ എന്താണെന്ന് ഒരു അത്ര മൂടുണ്ടായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ, അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഇന്നലത്തെ. ഇന്ന് നമ്മൾ ചെക്കൻ്റെ അടുക്ക് പോകുന്ന ഇങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻ ഇതാ അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടുണ്ട്. ആടിന് വരുന്നവർക്കെല്ലാം ഫുഡെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പുതിനാട്ടിൻ്റെ റൂമിലേക്ക് പോയി. കസിൻസ് എല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് ഫോട്ടോസ് എടുക്കലായി, കഥ പറയലായി, വിഷയം പറയലായി എന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ആ പട്ടറെല്ലാം സെറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ട്. ഓർ വന്ന പാട് പാടാൻ എന്നിട്ട് അങ്ങനെ കുറച്ച് സമയം കുറേ വെയിറ്റ് ആകേണ്ട വന്നിട്ട് ഓർ വന്നിട്ടുണ്ട്. അവിടുന്ന് വന്ന കുറേ ആൾ നമ്മളെ സബ്സ്ക്രൈബർ ആവാം. നല്ലതാണ് വീഡിയോസ്, ഞങ്ങൾ എപ്പോഴും വീഡിയോസ് നോക്കലുണ്ട്. അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് കുറേ ആളെ പരിചയപ്പെടാൻ പറ്റി. സന്തോഷം. വന്നിട്ട് മുണ്ടിയല്ലോ അറിഞ്ഞിട്ട്. ഞാൻ ചെല്ലിയിട്ട് 1 മാസത്തിൽ 3 മംഗലമാണ് ഞങ്ങളെ ഫാമിലിയിൽ ഉണ്ടായത്. ഇത് ലാസ്റ്റത്തെ മംഗലോ. ഇത് എൻ്റെ ബ്രദറിൻ്റെ അപ്പാൻ്റെ മോളെ, ഇത് കുഞ്ഞാൻ്റെ പുള്ളി. അങ്ങനെ ഇത് ലാസ്റ്റത്തെ മംഗലം. ഇനി അടുത്തിട്ട് എന്തിനും ഫംഗ്ഷനില്ല. ഇതെല്ലാം എൻ്റെ കസിൻസാവാ. മംഗളത്തിനെ പൊലിസാക്കണോ ഗോജിയാക്കണോ അതാക്കണോ ഇതാക്കണോ എന്നിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ഈ സാരി എടുത്തിട്ട് ഇതായിട്ട് പോകുമ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടാകുമ്പോൾ സമയം ഏകദേശം ഇതാ അങ്ങനെയെല്ലാം സെറ്റപ്പിലെല്ലാം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ പുതിനാട്ടിൻ്റെ സ്റ്റോറി ഇട്ടിട്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഹിബ അല്ലേ എന്ന്. ഇത് പുതിനാട്ടിൻ്റെ പേര് ഹിബ. അവള് ജില്ലാ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഫീൽഡിൽ ജോബാക്കുന്നുള്ളത്. അപ്പോൾ കുറേ ആൾ ചില ഇനി കണ്ടിനി അറിയുമെന്നല്ലോ. അങ്ങനെ ഇത് ഇനി വരുന്നതിലൊരു ബേജാറിൻ്റെ സീനാവേ. ഇത് പുതിനാട്ടി ഇറങ്ങുന്ന സീന് അല്ലാ. അത് ഞമ്മ എത്ര ഇതായാലെങ്കിൽ പോകുമ്പോൾ ഒരു ബേജാറ് തന്നെ അല്ലേ. പണ്ട് ഞമ്മല്ല മംഗലയിട്ട് വന്ന ആ ഒരു ഫീൽ തന്നെ ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഏട്ടത്തിനോട് ചില ഞമ്മ ഇത്രമേൽ പിരിസാക്കിയിട്ട് മക്കളെ പോറ്റിയിട്ട് ഞമ്മ ഒരു വേറെ ആൾക്ക് തന്നെ കൊടുക്കുന്നല്ലേ. ഈ സമ്പ്രദായം എന്തായാലും നിർത്തലാക്കണം. ഒരു ബേജാറ് തന്നെ. പണ്ട് ഞമ്മല്ല മംഗലയിട്ട് വന്നിട്ടാകുമ്പോൾ ഞമ്മ ഒരു ഇറങ്ങുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നില്ല. അതന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു നെഞ്ച് പൊട്ടുന്നൊരു ഇതിന് എന്തോ ഒരു ബേജാറിപ്പോൾ ഞമ്മ ഇത്ര 18-19 കൊല്ലം പൊന്നു പോലെ നോക്കിയിട്ട് വേറൊരാളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതാളും അല്ല എന്ത് കരിച്ചില് കണ്ടു നിന്നാ തേച്ചോള് കരിഞ്ഞിന്. അന്നെല്ലാവരും കളിയാക്കുന്നുണ്ട്. നീ ആ കരിയുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കുന്നുണ്ടല്ലോ, നിനക്കൊരു കണ്ടന്റ് ആയി എന്നിട്ട്. നമുക്ക് പിന്നെ ഒരു കണ്ടന്റ് തന്നെയല്ലേ വേണ്ടത്. അന്നും ഞമ്മക്ക് നല്ല ബേജാറായിനിപ്പാ ഇറങ്ങുന്ന കാണുമ്പോൾ. അങ്ങനെ എല്ലാവരും പടിപടിയായിട്ട് അവളെ ബാക്കിൽ പോകുന്നുണ്ട്. ഇത് അവളെ ആൻറ്റിമാറും കുഞ്ഞമ്മമാരും ആപ്പാൻ്റോടും എല്ലാവരും. ഇവിടുത്തെ ഫംഗ്ഷനെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനി നമ്മൾ പുതിയ ആപ്പിളിൻ്റെ പെരക്ക് പോകുന്നതാണ്. ഇനി കുറച്ച് അടുത്ത വിശേഷമെല്ലാം കണ്ടിട്ട് വരാം. പുതിയ ആപ്പിളിൻ്റെ പേര ഏകദേശം കറക്റ്റ് എവിടെ പറയാമെന്നറിയില്ല. ചമ്മനാട് ഭാഗത്ത് അടടോ വാങ്ങി പോലെ. അങ്ങനെ ബസ്സിൽ വന്ന ആളും കാറിൽ വന്ന ആളും സുമോയിൽ വന്ന ആളെല്ലാം എനിക്ക് എന്നാകെ കഴിഞ്ഞ്. പക്ഷേ അവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. ഇത് വലിയ ഗ്രൗണ്ടിൽ തന്നെ പന്തലിട്ടിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഇരിക്കാൻ ഇതാക്കാൻ എന്ത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എത്ര ആൾ പോയിട്ടാകുമ്പോൾ നല്ല നേരം എല്ലാം മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഫുഡ് കണ്ടിട്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ കുറേ കഥ പറയാൻ ഇതാക്കാൻ നിന്നിട്ടാ. ഫസ്റ്റ് കണ്ട സീറ്റിൽ തന്നെ ഞങ്ങൾ ഒന്നാകെ എല്ലാവരും ഇരുന്നാവേ. പിന്നെ ആരോ അപ്പുറം ഉണ്ടാകുന്നത് നിന്നിട്ടാ. ഇത് ഫുഡ് കഴിക്കാൻ തന്നെ ഡയറക്റ്റ് പോയി. ഫംഗ്ഷൻ ഉണ്ട് ഒന്ന് കഴിയുമ്പോൾ നല്ല പാങ്ങുണ്ടായി. ഇത് ഇനി ഒന്നുണ്ടല്ലോ എന്നിട്ട്. പക്ഷേ ഇപ്പം എല്ലാ ഫംഗ്ഷനും തീർന്നു. ഇനി അടുത്തിട്ട് എന്ത് ഫംഗ്ഷനില്ല. അന്നിരിക്കും ബേജാറാണ് ഇപ്പോൾ. അപ്പോൾ കൂടുമ്പോൾ ഒരു ബനയാന്ന് കഴിഞ്ഞിട്ട് പോണാല ഡ്രസ്സ് ചെയ്തിടുന്നേ അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി കുറേ ടെൻഷന്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇരിക്കുന്ന ശേനിയൊരിക്കൽ വേണമെന്ന്. അങ്ങനെ ആ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നല്ല ചായൻ്റെ സെറ്റപ്പ് ഉണ്ടായി. കായ് കാച്ചി കേങ്കാച്ചി ഗോളി ബജി എന്നെല്ലാം എനിക്ക് ഇത് ഇതിൻ്റെ എന്ത് ടീ കാറ്ററിങ് അങ്ങനെ എന്തോ നല്ല ഉണ്ടായി. ടേസ്റ്റ് ഉണ്ടായി. സ്നാക്സ് ആയെങ്കും ചായ ആയെങ്കും ഇത്. അപ്പോൾ ഞാൻ ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ. ഇത് ഓരെല്ലാം എൻ്റെ സബ്സ്ക്രൈബർ ആവാം. അവർ ചെല്ലിയത് എല്ലാന്ന് വീഡിയോ ഞാൻ എപ്പോഴും നോക്കലുണ്ട് നല്ല ചെല്ലിട്ട്. ഇത് അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ പുതിനാട്ടിൻ്റെ പുതിയ ആപ്പിളിൻ്റെ പെരക്ക് വന്നവാ. പെരക്കെന്ത് ഫസ്റ്റ് പോയിട്ടുണ്ടായിട്ടാ. ഫുഡിൻ്റെ അടുത്തേക്ക് തന്നെ ഫസ്റ്റ് പോയത്. നല്ല സെറ്റപ്പിൽ സ്റ്റേജെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര തിക്കും തിരക്കാഞ്ഞ്. അങ്ങനെ ഇങ്ങനെ എങ്ങും പിസ്കിയിട്ട് കയറിയിട്ട് പുതിനാട്ടിൻ്റെ റൂമെല്ലാം നോക്കിയിട്ട് വന്ന് നടന്ന് കുറേ ഫോട്ടോ റീൽസ് എല്ലാം എടുത്തിട്ട് വന്ന്. അങ്ങനെ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ടായവേ. പുതിനാട്ടിക്ക് ഓരോ കസിൻസ് എല്ലാം പുതിയ ആപ്പിളിൻ്റെ അടുത്ത കസിൻസന്മാരെല്ലാം എത്തിയിട്ട് നല്ലൊരു സ്കൂട്ടി സർപ്രൈസ് ആക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടുത്തുനിന്ന് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് അതിനെ സെറ്റപ്പ് ആക്കാൻ. പുതിനാട്ടി ഉണ്ടായിട്ടാണ് പുതിനാട്ടി പന്തലുള്ളത്. പുതിനാട്ടി വരുമ്പോഴെല്ലാം സെറ്റപ്പ് ആക്കണം എന്നിട്ട് അൽക്കുലത്ത് പണിയിലുണ്ട്. പിള്ളമാരെല്ലാം ചുറ്റും കൂടിയിട്ട് എങ്ങനെ ഇതിനെ കളർഫുള്ളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായി. അവിടെ വന്ന പെണ്ണുങ്ങൾ എല്ലാവരും നോക്കാൻ. മാഷാ അല്ലാ ഭയങ്കര സർപ്രൈസായിപ്പോയി. അപ്പോൾ ഇതോൾക്ക് നല്ല ഉണ്ടായി കാണാൻ. ഇപ്പം എൻ്റെ ക്യാമറയിൽ നേരെ വെടീൻ്റെ ഇതെല്ലാം ആയിട്ട്
നേരെ ക്യാപ്ചർ ആക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്നെങ്കിൽ ഓള് ഭയങ്കരത്തിൽ ഷോക്കായി ഓൾക്ക് എന്തെന്ന് അറിഞ്ഞിട്ട് ആർക്ക് കൊടുക്കുന്ന എന്തെന്നല്ലോ ഭയ അടുത്തെത്തിട്ടാൻ പറഞ്ഞത് ഇത് നിനക്കുള്ള സർപ്രൈസ് എന്ന് ഓള് ചേച്ചോളെ മാപ്പിൾക്ക് എന്ന് അതിനുള്ള ഭയങ്കരത്തിൽ ഷോക്കായിട്ടുണ്ടായി. കുറേ നേരം ഞങ്ങളുടെ പോസ്റ്റ് അടിച്ച് നിന്നേ ഇത് കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ കട ഇറങ്ങാൻ. ഇതിൻ്റെ പരിപാടി തന്നെ നല്ല പാങ്ങുണ്ടായി നോക്കാൻ എല്ലാം ഭയങ്കരത്തിൽ സർപ്രൈസ് എല്ലാം ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറേ വീഡിയോസ് എല്ലാം എടുത്ത് ഞങ്ങൾക്ക് കുറേ വീഡിയോസ് എല്ലാം കിട്ടിയെടുക്കാൻ. അങ്ങനെതാ പുതിയാപ്പിള കൊണ്ടുവരുന്നുണ്ട്. നീ ഇരുന്ന് ഇതാക്കുന്നിട്ട് അവൾക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് ചമ്മലായതുകൊണ്ട് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി. ഭയെല്ലാം സെറ്റായി. കുറേ വീഡിയോസ് എടുത്തിന് അനിയൻ്റെ തന്നെ. പക്ഷെ അത് കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും കുറേ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുന്നത്. കുറേ വലിച്ചു നീട്ടി നിങ്ങൾക്കും ബോറടിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാനും ബോറടിക്കുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു റെഡ് ആയിട്ട് കമൻ്റ് ആക്കാവേ.